1985 V5. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പെൻഷൻ പദ്ധതിയായ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അല്പം സംസാരിച്ചാലോ. പെൻഷൻ എന്ന് പറയുന്നത് വാർദ്ധക്യത്തിലുള്ള ഒരു വരുമാനമാണ്. അത് എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല. ഇപ്പം ഗവൺമെൻറ് സർവീസിലുള്ളവർക്കോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്തവർക്കൊക്കെയാണ് പെൻഷൻ കിട്ടുന്നത്. എന്നാൽ ഈ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുക വഴി ബിസിനസ്സുകാർക്കും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്കും പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും ഒക്കെ പെൻഷൻ ലഭിക്കുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജസ്വലതയൊക്കെ കുറയും അല്ലേ. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ തന്നെ പിന്നെ വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ബിസിനസ് ചെയ്യുന്നവരും അവർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ബിസിനസ് കൈമാറുന്നതായിട്ട് കാണാം അല്ലേ. മാസമുള്ള വരുമാനം എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയാണ്. നാഷണൽ പെൻഷൻ സിസ്റ്റം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീമാണ്. അത് മാർക്കറ്റ് ബേസ്ഡ് റിട്ടേൺ ദീർഘകാലാടിസ്ഥാനത്തിൽ ആണ് നമുക്ക് കിട്ടുന്നത്. ഉപഭോക്താക്കളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ഒരു തുക കേന്ദ്രീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് അടയ്ക്കുകയും അതുവഴി നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണിത്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ള ആർക്കും ഇതിൽ അംഗങ്ങളാകാം അല്ലെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ ചേരാം. NPS റെഗുലേറ്റ് ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. ഇത് ഓഫ്ലൈനായും ഓൺലൈനായിട്ടും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓഫ്ലൈനായിട്ട് ഇത് തുടങ്ങുന്നതിന് നമുക്കൊരു നാഷണലൈസ്ഡ് ബാങ്കിനെ സമീപിച്ചാൽ മതി. ഓൺലൈനായിട്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിങ്ക് ഉണ്ട്, ഈ കാണിക്കുന്ന ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൽ വേണ്ടുന്ന ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ മതി. www.pfrda.org.in. NPS ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് KYC വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് POP സെലക്ട് ചെയ്യണം. POP എന്നാൽ പോയിന്റ് ഓഫ് പ്രസൻസ്. POP ബ്രാഞ്ച് ആയിരിക്കും നമ്മളുടെ സർവീസ് പ്രൊവൈഡർ. ഈ ലിസ്റ്റിലുള്ള ഒരു POPയിലാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. NPSൽ Tier 1 അക്കൗണ്ട് മാൻഡേറ്ററി ആണ്. 250 ആണ് മിനിമം ഡെപ്പോസിറ്റ് വേണ്ടത്. പാർഷ്യൽ വിഡ്രോവൽ 20% എവറി 3 ഇയർ അലോ ചെയ്യുന്നുണ്ട്. NPSലേക്കുള്ള കോൺട്രിബ്യൂഷൻ 60 വയസ്സ് കഴിഞ്ഞാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. 5 വർഷം കഴിഞ്ഞാൽ തന്നെ വേണമെങ്കിൽ NPSൽ നിന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. 60 വയസ്സായാൽ NPS അക്കൗണ്ട് മെച്യൂർ ആവുകയും അതിൻ്റെ 60% കോർപ്പസ് ഫണ്ട് നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. ബാക്കി 40% ആനുവിറ്റിയിൽ തന്നെ നിക്ഷേപിച്ച് അതിൽ നിന്നാണ് പെൻഷൻ നമുക്ക് കിട്ടുന്നത്. മെച്യൂർ ആയിട്ടുള്ള NPSൻ്റെ കോർപ്പസ് ഫണ്ടിന് ഒരു ടാക്സും ഈടാക്കാറില്ല. NPSൽ പണം നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന പീരീഡിൽ നമുക്ക് ടാക്സ് എക്സംഷൻ 1.5 ലക്ഷവും അതിൽ അധികമായി 50,000 അണ്ടർ സെക്ഷൻ 80C കിട്ടുന്നതാണ്. Tier 2 അക്കൗണ്ട് വോളണ്ടറി ആണ്. അതിന് വിഡ്രോവൽ റെസ്ട്രിക്ഷനോ ടാക്സ് എക്സംഷനോ ഇല്ല. ഇത് ഫണ്ട് മാനേജേഴ്സ് ലിസ്റ്റാണ്. ഫണ്ട് മാനേജേഴ്സ് ആണ് നമ്മൾ നിക്ഷേപിക്കുന്ന തുക വിവിധ അസറ്റ് ക്ലാസ്സിലായിട്ട് അലൊക്കേറ്റ് ചെയ്ത് മാനേജ് ചെയ്യുന്നത്. അസറ്റ് ക്ലാസ് E ഇക്വിറ്റി, അസറ്റ് ക്ലാസ് C കോർപ്പറേറ്റ് ഡെറ്റ്, അസറ്റ് ക്ലാസ് G ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അസറ്റ് ക്ലാസ് A ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫണ്ട് മാനേജേഴ്സ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫണ്ട് വിവിധ അസറ്റ് ക്ലാസ്സിലേക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഓട്ടോ ചോയ്സ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തവർക്കും 35 എബോവ് ഏജ് ഉള്ളവർക്കും ഓട്ടോ ചോയ്സ് ആയിരിക്കും നല്ലത്. ഇതിൽ ഫണ്ട് അഗ്രസീവ്, മോഡറേറ്റ്, കൺസർവേറ്റീവ് എന്നീ മോഡിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ചാർട്ട് നോക്കിയാൽ തന്നെ കാണാം 35 വയസ്സിന് താഴെയാണ് ഇക്വിറ്റിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്നുള്ളൂ. വ്യക്തികൾ സ്വമേധയാ ഫണ്ട് മാനേജ് ചെയ്യുന്ന രീതിയാണ് ആക്റ്റീവ് ചോയ്സ്. പാസീവ് അപ്രോച്ച് അല്ല ഇവിടെ ഉള്ളത്. സബ്സ്ക്രൈബർ തന്നെ തീരുമാനിക്കുകയാണ് ഏത് അസറ്റ് ക്ലാസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. ഇക്വിറ്റിയെക്കുറിച്ച് ധാരണയുള്ളവർക്കും റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും ഇതായിരിക്കും നല്ലത്. ആക്റ്റീവ് ചോയ്സിൽ 50 വയസ്സ് വരെ 75% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിസ്ക് കൂടുതലാണ്, പക്ഷേ റിട്ടേണും കൂടുതലാണ്. 35 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി
മാസം 10,000 രൂപ വെച്ച് NPS-ൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര രൂപ പെൻഷനായിട്ട് ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. 1990-ൽ ജനിച്ച ആളാണ്, 35 കഴിഞ്ഞു. 10,000 വെച്ചിട്ട് മാസം 25 വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് പെൻഷനായിട്ട് 22,591 രൂപയാണ് ഇവിടെ കാണുന്നത്. ടോട്ടൽ കോർപ്പസ് എമൗണ്ട് 1,12 lakhs കാണുന്നുണ്ട്. ഓട്ടോ ചോയ്സിൽ മോഡറേറ്റ് മോഡാണ് നമ്മൾ സെലക്ട് ചെയ്തത്. 30 lakhs ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ടോട്ടൽ കോർപ്പസ് എമൗണ്ട് 1,12,95,000. ഇത് 34 വയസ്സായുള്ള ഒരാൾ 10,000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 60 വയസ്സാവുമ്പോൾ അയാൾക്ക് 1,27 lakhs കോർപ്പസ് എമൗണ്ട് ഉണ്ടാവും. പെൻഷനായിട്ട് 25,427 കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണുന്നത്. ഇതും ഓട്ടോ ചോയ്സ് ആണ് സെലക്ട് ചെയ്തത്. ഇതേ വ്യക്തി ഇതേ എമൗണ്ട്, അതായത് 10,000 ആക്റ്റീവ് ചോയ്സിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. 60 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോർപ്പസ് എമൗണ്ട് 2,13 lakhs ഉണ്ട്. മന്ത്ലി പെൻഷൻ 42,521. ഇത് ആക്റ്റീവ് ചോയ്സിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ആക്റ്റീവ് ചോയ്സ് വളരെ റിസ്കി ആണെങ്കിലും റിട്ടേൺ വളരെ ഹൈ ആണ്. പക്ഷേ ഓട്ടോ ചോയ്സിൽ റിസ്ക് കുറവായത് കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പെൻഷൻ എമൗണ്ട് കുറയാനുള്ള ചാൻസും വളരെ കുറവാണ്. ഇന്ത്യയുടെ വളർച്ച തന്നെയാണ് NPS-ൻ്റെ നേട്ടങ്ങൾക്ക് കളമൊരുക്കുന്നത്. അതിൽ വിശ്വാസമുള്ളവർക്ക് NPS-ൽ ധൈര്യമായിട്ട് ചേരാം. മാർക്കറ്റ് ലിങ്ക്ഡ് ആണ് NPS-ൻ്റെ നേട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ അത് സൂക്ഷ്മമായിട്ട് പ്രവചിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ഇന്ത്യയുടെ നേട്ടമാണ് ഇതിനൊക്കെ അടിത്തറയായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏജ് ഒരു നമ്പർ എന്ന് പലരും പറയും. പക്ഷേ ഏജ് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വാർദ്ധക്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അത് ഇങ്ങനെയുള്ള പെൻഷൻ പദ്ധതികളിൽ ചേരുക വഴിയാണെങ്കിൽ വളരെ നന്നായിരിക്കും. NPS-നെ കുറിച്ച് അല്പമെങ്കിലും പറയാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഇനി മറ്റൊരു വിഷയവുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.